Hello everyone, welcome back to yet another video of Natural Lines. Today I would like to deal with the poem Equipment, which is written by Edgar Albert Guest. Once again, welcome to the video. So I'm moving to the summary part of the poem Equipment. ഞാൻ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആണ് കൊടുക്കുന്നത് ബിക്കോസ് ഈ ഒരു പോം ഭയങ്കര സിമ്പിളാണ്. സോ മൂവിങ് ടു ദി പോം. Figure it out for yourself, my lad. You have all that the greatest of men have had. അതായത് ഈ ഒരു പോം ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ പോയിറ്റ് നമ്മളോട് പറയാണ് ഫിഗർ ഇറ്റ് ഔട്ട് ഫോർ യുവർ സെൽഫ്. അതായത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ മനസ്സിലാക്കൂ, അല്ലെ നിങ്ങൾ തന്നെ ചെയ്യൂ എന്ന് പറയുവാണ്. മൈ ലാഡ് എന്ന് പറയുന്നത് മൈ ഡിയർ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് എന്നൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യില്ലേ. അതായത് സ്നേഹത്തോടെ നമ്മുടെ പോയിറ്റ് നമ്മുടെ റീഡേഴ്സിനോട് അല്ലെങ്കിൽ ഒരു ഫാദർ ഒരു സണ്ണിനോട് പറയുന്ന പോലെ ഒരു എന്താ പറയുക ഒരു അഡ്വൈസ് കൊടുക്കുന്ന പോലെയാണ് ഈ ഒരു പോം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് ഫിഗർ ഇറ്റ് ഔട്ട് ചെയ്യേണ്ടത്? യു ഹാവ് ഓൾ ദാറ്റ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് മെൻ ഹാവ് ഹാഡ്. അതായത് നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. അതായത് മഹാന്മാരായ ആളുകളുടെ കയ്യിൽ എന്താണോ ഉണ്ടായിരുന്നത് അത് നിങ്ങളുടെ കയ്യിലും ഉണ്ട്. എന്തൊക്കെയാണത്? 2 arms, 2 hands, 2 legs, 2 eyes and a brain to use if you would be wise. അതായത് 2 arms 2 കൈത്തണ്ടകൾ നമുക്കുണ്ട്, 2 hands 2 കൈകളുണ്ട്, 2 legs 2 കാലുകളുണ്ട്, 2 eyes 2 കണ്ണുകളുണ്ട്, ആൻഡ് എ ബ്രെയിൻ നല്ലൊരു തലച്ചോറുണ്ട്, ടു യൂസ് ഇഫ് യു വുഡ് ബി വൈസ്. നിങ്ങൾ ജ്ഞാനിയാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു പണ്ഡിതനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലച്ചോറ് ഉപയോഗിക്കാനുള്ള തലച്ചോറ് പോലും നിങ്ങൾക്കുണ്ട്. വിത്ത് ദിസ് എക്യുപ്മെൻറ്റ് ദേ ഓൾ ബിഗൻ. സോ സ്റ്റാർട്ട് ഫോർ ദി ടോപ്പ് ആൻഡ് സേ ഐ ക്യാൻ. ഇതേ സെയിം ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഇതേ സെയിം എക്യുപ്മെൻറ്റ് തന്നെയാണ് മഹാന്മാർക്കും ഉണ്ടായിരുന്നത്. അതിൽ കൂടുതൽ അമാനുഷികമായിട്ടുള്ള അല്ലെങ്കിൽ ഫാൻറ്റസി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അവർക്ക് യാതൊരു സൂപ്പർ നാച്ചുറൽ പവേഴ്സും ഉണ്ടായിരുന്നില്ല. അവർക്ക് ഈ ഒരു എക്യുപ്മെൻറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് നമ്മളോട് ഈ ഓഥർ പറയുവാണ്, സോ സ്റ്റാർട്ട് ഫോർ ദി ടോപ്പ് ആൻഡ് സേ ഐ ക്യാൻ. അതുകൊണ്ട് നിങ്ങൾ ഉയർന്നു വരിക, മുകളിലേക്ക് ഉയർന്നു വരിക, പുതിയതായിട്ട് ഓരോന്നും ആരംഭിക്കുക. എന്നിട്ട് നിങ്ങൾ പറയുക ഐ ക്യാൻ, എനിക്ക് ചെയ്യാൻ സാധിക്കും. ദെൻ കമ്മിങ് ടു ദി സെക്കൻഡ് സ്റ്റാൻസ. Look them over, the wise and great, they take their food from a common plate. ഇനി വീണ്ടും സെക്കൻഡ് സ്റ്റാൻസയിൽ അദ്ദേഹം ഈ പറഞ്ഞ വൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രേറ്റ് ആയിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മഹാന്മാരെ പറ്റി വീണ്ടും എടുത്ത് പറയുവാണ്. അവരെ നിങ്ങൾ ശ്രദ്ധിക്കൂ. എന്താ നമ്മൾ നോക്കേണ്ടത്? ദേ ടേക്ക് ദെയർ ഫുഡ് ഫ്രം എ കോമൺ പ്ലേറ്റ്. നിങ്ങൾ കഴിക്കുന്ന പോലെ തന്നെ സാധാരണ കോമൺ പ്ലേറ്റിൽ നിന്ന് തന്നെയാണ് അവരും ആഹാരം കഴിച്ചിരുന്നത്. ആൻഡ് സിമിലർ നൈവ്സ് ആൻഡ് ഫോക്സ് ദേ യൂസ്. നിങ്ങൾക്ക് നിങ്ങളുടെ വശമുണ്ടായിരുന്ന സാധാരണ കത്തിയും ഫോക്സും തന്നെയാണ് അവരും യൂസ് ചെയ്തിരുന്നത്. വിത്ത് സിമിലർ ലേസസ് ദേ ടൈ ദെയർ ഷൂസ്. അവരുടെ കയ്യിലും സാധാരണ ഷൂസും ലേസും തന്നെയാണ്. സാധാരണ രീതിയിൽ തന്നെയാണ് അവരും ഓരോ കെട്ടുകളും ഓരോ ഷൂസിനും കൊടുത്തിരുന്നത്. ദ വേർഡ് കൺസിഡേഴ്സ് ദെംസ് ബ്രേവ് ആൻഡ് സ്മാർട്ട്. ഈ ലോകം അവരെ മഹാന്മാരെന്ന് വിളിച്ചു, അവരെ ബ്രേവ് എന്ന് പറഞ്ഞു, അവർ സ്മാർട്ടാണെന്ന് പറഞ്ഞു. ബട്ട് യു ഹാവ് ഓൾ ദേ ഹാഡ് വെൻ ദേ മേഡ് ദെയർ സ്റ്റാർട്ട്. അവർ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഇതേ സെയിം കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ കയ്യിലും ഇല്ലേ? നിങ്ങളും അത് ഉപയോഗിക്കുന്നില്ലേ? സോ അവരെവിടെ നിന്ന് തുടങ്ങിയോ അതേ കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ കയ്യിലുമുണ്ട്. സോ നമ്മുടെ കയ്യിൽ നമ്മൾക്ക് പവറുണ്ട്, പക്ഷെ നമ്മൾ വേണ്ടുവോളം അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് പോയറ്റ് പറയുന്നത്. കാരണം ഈ ലോകത്ത് മഹാന്മാരായിരുന്ന ആളുകളുടെ കയ്യിലെല്ലാം നമുക്ക് അവകാശമായി ഉണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കുണ്ടായിരുന്ന പോലെയുള്ള പ്ലേറ്റും കത്തിയും ഫോക്കും കൈയും കാലും ഒക്കെ തന്നെ അവർക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ലോകം അവരെ മഹാന്മാരെന്ന് വിളിച്ചു, അല്ലെങ്കിൽ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ മിടുക്കന്മാരായ സമർത്ഥരായ ആൾക്കാരെന്ന് ലോകം അവരെ വിളിക്കാൻ കാരണം അവരത് ഇൻ്റലിജൻ്റ് ആയിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലും ഇതേ സെയിം എക്യുപ്മെൻ്റ് ഉണ്ട്, പക്ഷേ നിങ്ങളത് ആവശ്യത്തിന് എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു ഔചിത്യപൂർണ്ണമായിട്ട് അല്ലെങ്കിൽ വളരെ ആപ്റ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങളും അത് യൂസ് ചെയ്യണം എന്നുള്ളൊരു അഡ്വൈസാണ് പോയിറ്റ് നമുക്ക് തരുന്നത്. And moving to the third stanza,
യു ക്യാൻ ട്രയംഫ് ആൻഡ് കം ടു സ്കിൽ, യു ക്യാൻ ബി ഗ്രേറ്റ് ഇഫ് ഓൺലി യു വിൽ. ഇനി അദ്ദേഹം പറയുവാണ് യു ക്യാൻ ട്രയംഫ്, അതായത് നിങ്ങൾക്ക് ആഘോഷിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വിജയം കൊയ്യാം. ആൻഡ് കം ടു സ്കിൽ, നിങ്ങൾക്കും അവരെ പോലെ വിദഗ്ധരായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കും ഒരു സ്കില്ലുള്ള ആളുകളായിട്ട് നിങ്ങൾക്കും മാറാം. യു ക്യാൻ ബി ഗ്രേറ്റ് ഇഫ് ഓൺലി യു വിൽ. പക്ഷേ ഇതെല്ലാം നിങ്ങൾക്ക് നേടണമെങ്കിൽ നിങ്ങൾ മാത്രം ചിന്തിച്ചാൽ പറ്റുള്ളൂ. അതായത് നിങ്ങൾക്കൊരു വിൽ പവർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സ്റ്റേജിലേക്ക് കടന്നു വരാൻ പറ്റുള്ളൂ. യു ആർ വെൽ എക്വിപ്ഡ് ഫോർ വാട്ട് ഫൈറ്റ് യു ചൂസ്. നിങ്ങൾ ചെയ്യേണ്ട യുദ്ധം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഫൈറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ടൊരു ബോധം വേണം. നിങ്ങൾ അതിന് വെൽ എക്വിപ്ഡ് ആണ്. ദാറ്റ് ഈസ് യു ആർ വെൽ എക്വിപ്ഡ് ഫോർ വാട്ട് ഫൈറ്റ് യു ചൂസ്. നിങ്ങൾ ഏർപ്പെടേണ്ട കാര്യം എന്താണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് എന്താണ് പോരാടാനുള്ളത് എന്നുള്ള കാര്യത്തിന് നിങ്ങൾ വെൽ എക്വിപ്ഡ് ആണ്. യു ഹാവ് ലെഗ്സ്, നിങ്ങൾക്ക് കാലുകളുണ്ട്. ആൻഡ് ആംസ് ആൻഡ് ബ്രെയിൻ ടു യൂസ്, കൈകളുണ്ട്, കാലുകളുണ്ട്, നല്ലൊരു ബ്രെയിൻ നിങ്ങൾക്കുണ്ട്. ആൻഡ് ദ മാൻ ഹു ഹാസ് റൈസൺ ഗ്രേറ്റ് ഡീഡ്സ് ടു ഡു ബിഗാൻ ഹിസ് ലൈഫ് വിത്ത് നോ മോർ ദാൻ യു. ഇനി അതായത് ഏറ്റവും മോശമായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ആളുകളുണ്ടല്ലോ, അതായത് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ എങ്ങും എത്തില്ല എന്ന് ലൈഫിൽ വിചാരിച്ചിരുന്ന ആൾക്കാർ അവരുടെ പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് വന്ന കുറേ ആളുകളുണ്ട്. അവർ പോലും അവരുടെ ലൈഫ് നിങ്ങളേലും ബെറ്റർ ആയിട്ടാണ് കൊണ്ടുപോയത്. പക്ഷേ നിങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അവരുടെ അത്രയും ബുദ്ധിമുട്ട് പോലും നിങ്ങൾ ഫേസ് ചെയ്തിട്ടില്ല. പക്ഷേ എന്നിട്ടും നിങ്ങൾ ഒന്നുമില്ലാത്തവരെ പോലെ ഇരിക്കുകയാണ്. സോ ഏറ്റവും മോശമായിട്ടുള്ള ലൈഫിൽ സിറ്റുവേഷനിലൂടെ കടന്നുപോയ ആൾക്കാർ വളരെ ഗ്രേറ്റ് ആയിട്ട് ഇന്ന് ലൈഫ് ലീഡ് ചെയ്യുന്നു. പക്ഷേ നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല. ആൻഡ് യു ആർ ദ ഹാൻഡിക്യാപ്പ് യു മസ്റ്റ് ഫേസ്. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ വൈകല്യം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. യു ആർ ദി വൺ ഹു മസ്റ്റ് ചൂസ് യുവർ പ്ലേസ്. നിങ്ങൾക്ക് എവിടെ പോകണം അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലം എവിടെയാണ്, നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്താണ് എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. യു മസ്റ്റ് സേ വേർ യു വാണ്ട് ടു ഗോ. എവിടേക്ക് പോകണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഹൗ മച്ച് യു വിൽ സ്റ്റഡി ദ ട്രൂത്ത് ടു നോ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സത്യങ്ങൾ പഠിക്കാം, എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് അറിവ് നേടാം. ആൻഡ് ഗോഡ് ഹാസ് എക്വിപ്ഡ് യു ഫോർ ലൈഫ്. നിങ്ങളെ ദൈവം ക്രിയേറ്റ് ചെയ്തേക്കാണ്. നിങ്ങളെ അത്രമേലൊരു വലിയൊരു എക്വിപ്ഡ് ആയിട്ടുള്ളൊരു ഉപകരണമായിട്ട് ദൈവം മാറ്റിയിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിന്. ബട്ട് ഹീ ലെറ്റ്സ് യു ഡിസൈഡ് വാട്ട് യു വാണ്ട് ടു ബി. പക്ഷേ അത്രയും ഫ്രീഡം തരുന്ന ദൈവം നിങ്ങളെ സൃഷ്ടിച്ചപ്പോൾ അദ്ദേഹം ഒരു കാര്യം മാത്രം ബാക്കി വെച്ചു. കാരണം നിങ്ങളുടെ ലൈഫ് എന്താണെന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങളാണ്, അദ്ദേഹമല്ല. അങ്ങനെയാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. ആൻഡ് ബട്ട് ഹീ ലെറ്റ്സ് യു ഡിസൈഡ് വാട്ട് യു വാണ്ട് ടു ബി. അതായത് ലൈഫിൽ നിങ്ങളെ കംപ്ലീറ്റ്ലി എക്വിപ്ഡ് ആക്കി വിട്ട നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള ഫ്രീഡം നിങ്ങൾക്ക് അതിന് കൂടെ തന്നെ തന്നിട്ടുണ്ട്. കറേജ് മസ്റ്റ് കം ഫ്രം ദി സോൾ വിത്തിൻ. ഇനി ധൈര്യം എന്ന് പറയുന്നത് വരുന്നത് ഓരോരുത്തരുടെയും മനസ്സിൽ നിന്നാണ് അല്ലെങ്കിൽ ഓരോരുത്തരുടെ സോളിൽ നിന്നാണ് അത് വരേണ്ടത്. ദ മാൻ മസ്റ്റ് ഫർണിഷ് ദ വിൽ ടു വിൻ. നമ്മൾ ജയിക്കേണ്ട ആ ഒരു വിൻ ചെയ്യേണ്ട ആ ഒരു വിൽ പവർ നമ്മൾ തന്നെയാണ് ഫർണിഷ് ചെയ്തെടുക്കേണ്ടത്. സോ ഫിഗർ ഇറ്റ് ഔട്ട് ഫോർ യുവർ സെൽഫ് മൈ ലാഡ്. അതുകൊണ്ട് നിങ്ങൾ എന്താവണമെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് ആവുക എൻ്റെ കുഞ്ഞെ, അല്ലെങ്കിൽ മൈ ഡിയർ എന്ന് അദ്ദേഹം പറയുവാണ്. യു വർ ബോൺ വിത്ത് ഓൾ ദാറ്റ് ദ ഗ്രേറ്റ് ഹാവ് ഹാഡ്. എഗെയിൻ റിപ്പീറ്റ് ചെയ്ത് ലൈൻ വരികയാണ്. ഫസ്റ്റ് സ്റ്റാൻസിൽ പറയുന്ന കാര്യം തന്നെ, നിങ്ങൾ ജനിച്ചത് മഹാന്മാരായ വ്യക്തികൾക്ക് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് അതേ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്കും ഉള്ളത്. അവർക്കും നിങ്ങൾക്കും ഒരേ ആയിട്ടുള്ള ഒരേ സ്കില്ലായിട്ടുള്ള അല്ലെങ്കിൽ ഒരേ ബുദ്ധിയും ഒരേ എക്യുപ്മെൻസും ആണ് നിങ്ങൾ തമ്മിൽ ഉള്ളത്. വിത്ത് യുവർ എക്യുപ്മെൻറ്റ് ദേ ഓൾ ബിഗിൻ. നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് അവരും സ്റ്റാർട്ട് ചെയ്ത്. അവർക്കും പ്രത്യേകിച്ച് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്ട്രാ ആയിട്ട് പ്രത്യേകിച്ചൊന്നും ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഗെറ്റ് ഹോൾഡ് ഓഫ് യുവർ സെൽഫ് ആൻഡ് സേ ഐ ക്യാൻ. അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് നീക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് പറയുക ഐ ക്യാൻ, എനിക്ക് കഴിയും. ഇതാണ് ഇതിൻ്റെ ഒരു സമ്മറി പാർട്ട് എന്ന് പറയുന്നത്. നമുക്കൊരു 5 സ്റ്റാൻസസ് ആണ് ഇതിലുള്ളത്. And I am moving to the analysis part of the poem. The poem focuses that everyone, even the greatest individuals, starts with the same basic tools like their bodies, minds, God-given capacity for success. അതായത് ഈ പോയത്തിൽ അദ്ദേഹം പറയുവാണ്, അതായത് എല്ലാ ഗ്രേറ്റ് ആയിട്ടുള്ള ആളുകൾക്കും, നമ്മൾ ലോകത്തെ മഹാന്മാരെന്ന് വിളിക്കുന്ന ഓരോ ഇൻഡിവിജ്വൽസും അവരെല്ലാവരും തുടക്കക്കാർ തന്നെയാണ്. അവർ തുടങ്ങി വെച്ചത് നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യരായിട്ട് തന്നെയാണ്. അവർ ജനിച്ചപ്പോൾ ആരും മഹാന്മാരായിട്ടല്ല ജനിച്ചത്. നമ്മൾക്കുള്ള സെയിം
ടൂൾസ് തന്നെയാണ് ലൈഫിൽ അവർക്കും ഉണ്ടായിരുന്നത്. അതായത് നമ്മളുടെ കൈകൾ, കാലുകൾ, അതായത് നമുക്കുള്ള ബോഡി, അതുപോലെ മൈൻഡ്, അതുപോലെ തന്നെ ഗോഡ് ഗിവൻ കപ്പാസിറ്റി, ദൈവം തന്ന ഒരു കപ്പാസിറ്റി, സക്സസ്സിലേക്ക് നമുക്ക് പോകാനുള്ളൊരു കപ്പാസിറ്റി, അതായത് നല്ല ഒരു മൈൻഡും നല്ലൊരു ബോഡിയും നമുക്ക് ദൈവം ബൈ ബർത്ത് എല്ലാവർക്കും തരുന്നുണ്ട്. അത് ഈക്വലാണ്, ദർ ഈസ് ഇക്വാളിറ്റി. അതായത് ഒരാൾക്കത് കൂടുതൽ കുറവെന്നില്ല എന്നാണ് പോയിറ്റ് പറയുന്നത്. ദറ്റ് ഈസ് ഇൻ ദ ഐസ് ഓഫ് ഗോഡ് ഹി ട്രീറ്റഡ് എവരി വൺ ആസ് ഈക്വൽ. എല്ലാവരെയും ഈക്വൽ ആയിട്ടാണ് ഗോഡ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. ഇറ്റ് എംഫസൈസസ് റീഡേഴ്സ് ടു ബിലീവ് ഇൻ ദംസെൽസ്, ഓവർകം സെൽഫ് ഡൗട്ട് ആൻഡ് ഫോക്കസ് ദെയർ ഇന്നേറ്റ് എബിലിറ്റീസ് ടു അച്ചീവ് ഗ്രേറ്റ്നെസ് ത്രൂ ഹാർഡ് വർക്ക് ആൻഡ് പെർസെവറൻസ്. അതായത് നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഓവർകം സെൽഫ് ഡൗട്ട്. അതായത് സ്വന്തമായിട്ട് തന്നെ നമുക്കത് പറ്റുമോ, അല്ലെങ്കിൽ നമ്മുടെ വില്ലിങ്നെസ് അല്ലെങ്കിൽ നമ്മുടെ വിൽ പവർ നമ്മൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് വി ഹാവ് ടു ഫോക്കസ് അവർ ഇന്നേറ്റ് എബിലിറ്റീസ്. നമുക്കുള്ള കഴിവുകൾ നമ്മളത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കൊണ്ടു നടക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടി അതിന് ഗ്രോത്ത് ചെയ്യാനായിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. ആൻഡ് വി ഹാവ് ടു അച്ചീവ് ഗ്രേറ്റ്നെസ് ത്രൂ ഹാർഡ് വർക്ക്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമേ നമ്മൾക്ക് ഗ്രേറ്റ്നെസ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് എന്തെങ്കിലും ആവാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പെർസെവറൻസ്, അതായത് സ്വന്തമായിട്ട് തന്നെ നമുക്കൊരു അതായത് ലൈഫിൽ എന്തൊക്കെ ചലഞ്ചസ് വന്നാലും അതെല്ലാം എന്താ പറയുക, സിംപ്ലി എന്താ പറയുക, ചലഞ്ചസ് ദാറ്റ് ഫേസസ്, അല്ലെങ്കിൽ വളരെ നേരെ നിന്നുകൊണ്ട്, അത് ഫേസ് ടു ഫേസ് ആയിട്ട് നമ്മൾക്ക് ലൈഫിൽ വരുന്ന എല്ലാ ചലഞ്ചസും നമ്മൾക്ക് ഓവർകം ചെയ്ത് പോകാനുള്ള ആ ഒരു എബിലിറ്റി, അതാണ് നമ്മൾക്ക് വേണ്ടത്. ദെൻ ദി പോയം ഹൈലൈറ്റ്സ് ദാറ്റ് അച്ചീവിങ് സക്സസ് റിക്വയർസ് ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ, വില്ലിങ്നെസ് ടു ഓവർകം ചലഞ്ചസ്. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ എഗെയിൻ എടുത്ത് പറയുകയാണ്, നമുക്ക് ഹാർഡ് വർക്കും ഡെഡിക്കേഷനും വില്ലിങ്നെസ്സും വേണം. ദെൻ ദിസ് ഈസ് എ മോട്ടിവേഷണൽ പോയം ടു ഇൻസ്പയർ റീഡേഴ്സ് ടു ട്രസ്റ്റ് ഇൻ ദെയർ പൊട്ടൻഷ്യൽ, ബിലീവ് ഇൻ ദംസെൽസ്. അതായത് ഈ പോയം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു പോയം വളരെ സിമ്പിളാണ്, അറ്റ് ദി സെയിം ടൈം ഇത് ഭയങ്കര മോട്ടിവേഷണൽ പോമാണ്. അതായത് നമ്മുടെ റീഡേഴ്സിനെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാക്കുകളും അല്ലെങ്കിൽ ലാംഗ്വേജാണ് നമ്മുടെ പോയറ്റ് ത്രൂ ഔട്ട് ദി പോയം ഉപയോഗിച്ചിരിക്കുന്നത്. വെരി സിമ്പിളായിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദർ ഈസ് നോ കോംപ്ലിക്കേറ്റഡ് വേർഡ്സ് ആയിട്ടുള്ള ഒന്നും തന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇത് ആക്ച്വലി ഷോസ് ദി ഐഡിയ ദാറ്റ് എവ്രി വൺ ഹാവ് ദാറ്റ് പൊട്ടൻഷ്യൽ. എല്ലാവർക്കും ഓരോ പൊട്ടൻഷ്യലുണ്ട്. ആൻഡ് വി ഷുഡ് ബിലീവ് ഇൻ അവർ സെൽസ്. നമ്മളിലുള്ള കഴിവിനെ നമ്മൾക്ക് ആദ്യം ഒരു എന്താ പറയുക, ഒരു വിശ്വാസം വേണം. വി ഷുഡ് ട്രസ്റ്റ് അവർ സെൽസ്. നമ്മളിൽ തന്നെ നമുക്കൊരു ട്രസ്റ്റ് വേണം. അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ കണ്ടിട്ടാവരുത് നമ്മുടെ ലൈഫിൽ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത്. നമ്മൾക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ കഴിവും എബിലിറ്റിയും ഒക്കെ ദൈവം തന്നിട്ടുണ്ട്. സോ വി നീഡ് ടു ഫേസ് ചലഞ്ചസ് അക്കോർഡിംഗ് ടു ദ സർക്കംസ്റ്റൻസസ് ഓർ ദി സിറ്റുവേഷൻസ്. നമ്മുടെ ലൈഫിൽ ഒത്തിരി സിറ്റുവേഷൻസ് വരാം, ഒത്തിരി സർക്കംസ്റ്റൻസസ് വരാം, ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് വരാം. പക്ഷേ ഇതിനെല്ലാം ഓവർകം ചെയ്യാനായിട്ട് നമുക്കൊരു നല്ല മൈൻഡും ബോഡിയും ഒക്കെ ദൈവം തന്നിട്ടുണ്ട്. സോ നമ്മളതിനെ ചലഞ്ചസ് ഏറ്റെടുത്ത് ആ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് നമ്മളത് കാണുക, നമ്മളത് എക്സ്പ്ലോർ ചെയ്യുക, നമ്മളത് എന്താ പറയുക, മാക്സിമം നമ്മുടെ ആ ഒരു സെൽഫ് ട്രസ്റ്റിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കാനാണ് ഓഥർ പറയുന്നത്. Then I am moving to the major themes of the poem. The first theme എന്ന് പറയുന്നത് സെൽഫ് ബിലീഫാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെ, നമ്മൾക്ക് നമ്മളിൽ തന്നെ ഒരു ട്രസ്റ്റും ബിലീഫൊക്കെ വേണം. ദെൻ സെക്കൻഡ് വൺ ഈസ് കറേജ്, അതായത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡിറ്റർമിനേഷൻ ഇൻ അച്ചീവിങ് വൺസ് ഗോൾസ്. അതായത് എൻ്റെ ലൈഫിൽ എന്ത് എനിക്ക് നേടാൻ പറ്റും എന്നുള്ളതിനെ പറ്റി, അല്ലെങ്കിൽ എന്ത് ചലഞ്ചസും ഞാൻ നേരിടും എന്നുള്ളൊരു കറേജ് നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. ദെൻ സെൽഫ് റിലയൻസ്, അത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. സെൽഫ് ട്രസ്റ്റ്, സ്വന്തമായിട്ട് തന്നെ ചലഞ്ചസും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാനുള്ള ഒരു വിൽ പവർ നമ്മൾ തന്നെ ഗെയിൻ ചെയ്തെടുക്കുക. അഗെയിൻ ദ സെയിം പോയിൻറ്റ്, ദ പവർ ഓഫ് വിൽ. ദെൻ ലാസ്റ്റ് ഞാൻ 2 പോയിൻറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ദ പോം യൂസസ് ദ മെറ്റഫോർ എക്യുപ്മെൻറ്റ് ടു റെപ്രസെൻറ്റ് ബേസിക് ഹ്യൂമൻ പൊട്ടൻഷ്യൽ. അതായത് ഈ ഒരു പോയത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് എക്യുപ്മെൻറ്റ് എന്നാണ്. എക്യുപ്മെൻറ്റ് മീൻസ് മലയാളത്തിൽ നമ്മൾ ഉപകരണം എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഒരു ടൂൾ എന്നൊക്കെ നമുക്ക് പറയാം. അതായത് മനുഷ്യനുണ്ടാവുന്ന ഒരു എന്താ പറയുക, ബേസിക് ഹ്യൂമൻ പൊട്ടൻഷ്യലിനെയാണ് ഈ എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം കയ്യും കാലും ഒക്കെ ഉണ്ട് നിങ്ങൾക്കെന്ന് പറയുന്നുണ്ട്, പക്ഷേ കയ്യും കാലും ഇല്ലാത്ത എത്രയോ ആളുകൾ എത്രയോ വലിയ ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട്. സോ
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊന്നുമല്ല. നമുക്ക് മനസ്സിൽ വേണ്ട ഒരു ഹ്യൂമൻ പൊട്ടൻഷ്യലാണ്. നമ്മുടെ ലൈഫിൽ എന്തുണ്ടായാലും നമ്മൾക്കത് നേരിടാൻ പറ്റുമെന്നുള്ളൊരു പൊട്ടൻഷ്യൽ നമുക്കുണ്ടാവണം. അതിനെയാണ് ഇവിടെ മെറ്റഫറായിട്ട് ഈ പോയറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്, എക്യുപ്മെൻറ്റ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തിട്ട്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് സ്പെസിഫിക് മെറ്റീരിയൽ പൊസിഷൻസ് ബട്ട് റാദർ അബൌട്ട് ദ ഇന്നേറ്റ് എബിലിറ്റീസ്. ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മളുടെ തന്നെയുള്ള കഴിവുകൾ തന്നെയാണ്. ആൻഡ് ഇൻ്റലിജൻസ് ദാറ്റ് ഗോഡ് ഹാസ് ഗിവൻ ടു ഓൾ. അത് ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ നമ്മളുടെ ഉള്ള കഴിവുകളിലും നമുക്കുണ്ടാവേണ്ട ആ ഒരു ട്രസ്റ്റിനെ തന്നെയാണ് ഈ എക്യുപ്മെൻറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് പോയറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇൻഡിവിജ്വൽസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദെയർ ഓൺ ഫേറ്റ്. അപ്പോൾ ഈ ഒരു പോയം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വേറൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ നമ്മുടെ ലൈഫിൻ്റെ വിധി എന്താ പറയുക, മാറ്റിമറിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മുടെ ലൈഫിൽ നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ നടക്കാം, പക്ഷേ നല്ല തീരുമാനങ്ങൾ എപ്പോഴും നല്ല ഒരു ഭാവി നമ്മൾക്ക് കൊണ്ടുതരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മോശം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മോശമായിട്ടുള്ള ഒരു ലൈഫ് എക്സ്പീരിയൻസസിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അപ്പോൾ വിധി എന്ന് പറഞ്ഞ് അതിനെ അങ്ങനെ നമ്മളത് മാറ്റി നിർത്തരുത്. ഈ ഒരു പോയത്തിൻ്റെ ബേസിൽ പോയിട്ട് പറയുന്നത്, നമ്മുടെ ലൈഫിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മളുടെ വിധി നിർണ്ണയിക്കുന്നത്. ദാറ്റ് ഈസ്, നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മളുടെ വിധി. അതായത് വാട്ട് എവർ യു ഹാവ് ടേക്കൺ ഇൻ യുവർ ലൈഫ് ആസ് ഡിസിഷൻസ് ഓർ എന്താ പറയുക, ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആക്ച്വലി വി ആർ റെസ്പോൺസിബിൾ ഫോർ ദി ഫേറ്റ്. ലൈഫിൽ അതിൻ്റെ ആഫ്റ്റർ റിസൾട്ടായിട്ട് വരുന്ന കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾക്ക് തന്നെയാണ്, അല്ലാതെ ദൈവത്തിനോ മറ്റുള്ളവർക്കോ അല്ല എന്നാണ് പോയറ്റ് ഇവിടെ സ്ട്രെസ് ചെയ്യുന്നത്. So that is the end of the video. Thank you for watching. For more literature content videos, just subscribe my YouTube channel Nutshell Lines. Let's learn something fruitful in a few words. Thank you so much.